നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് സുവർണ. കേരളത്തിൽ UDF തരംഗം. 100-ലധികം സീറ്റുകളിൽ മുന്നേറ്റവുമായി UDF തിളക്കമാർന്ന വിജയത്തിലേക്ക്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് UDF വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത്. വോട്ടെണ്ണൽ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ UDF 104 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റുമായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയ LDF നിലവിൽ 34 സീറ്റുകളിൽ മാത്രമാണ് മുന്നിൽ. നിയമസഭയിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന ഉറപ്പുമായി എത്തിയ BJPക്ക് 2 സീറ്റുകൾ. ചാത്തന്നൂരിൽ BB ഗോപകുമാർ 4002 വോട്ടുകൾക്ക് ജയിച്ചു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ 3500 വോട്ടുകൾക്ക് വിജയിച്ചു. UDFന്റെ ചാണ്ടി ഉമ്മൻ, രമേശ് ചെന്നിത്തല, ആര്യാടൻ ഷൌക്കത്ത്, രാജൻ ജെ പല്ലൻ, CK കാസിം, ബിന്ദു കൃഷ്ണ, തോമസ് ഉണ്ണിയാടൻ, വിനു ജോബ് കുഴിമണ്ണിൽ, കല്ലട്ര മാഹിൻ, നാട്ടകം സുരേഷ്, മാത്യു കുഴൽനാടൻ, ഉമാ തോമസ്, BT സൂരജ്, റോയ് K പൌലോസ്, VS ജോയ്, സേനാപതി വിനു, മനോജ് മൂത്തേടൻ, KK രമ എന്നിവർ ജയിച്ചു. LDFന്റെ TM ശശി, P മമ്മിക്കുട്ടി, സേവ്യർ ചിറ്റിലപ്പള്ളി, ഗീതാ ഗോപി, മുഹമ്മദ് റിയാസ് എന്നിവർ ജയിച്ചു. മന്ത്രിമാരിൽ KN ബാലഗോപാൽ, GR അനിൽ, സജി ചെറിയാൻ, P പ്രസാദ്, K രാജൻ എന്നിവർ ലീഡ് ചെയ്യുന്നു. MP രാജേഷ്, ഗണേഷ് കുമാർ, P രാജീവ്, ചിഞ്ചുറാണി, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, B ശിവൻകുട്ടി, OR കേളു, AK ശശീന്ദ്രൻ, VN വാസവൻ തുടങ്ങിയവർ പിന്നിലാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ലീഡ് ചെയ്യുകയാണ്. BJPയുടെ K സുരേന്ദ്രൻ, V മുരളീധരൻ, പത്മജ വേണുഗോപാൽ, ശോഭ സുരേന്ദ്രൻ, R ശ്രീലേഖ, കുമ്മനം രാജശേഖരൻ എന്നിവർ പിന്നിലാണ്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4ഇടത്തും UDFനാണ് ലീഡ്. മന്ത്രി വീണ ജോർജിനെ 10,000-ഓളം വോട്ടുകൾക്ക് പിന്നിലാക്കി അബിൻ വർക്കി മുന്നേറുകയാണ്. വിശദവിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി S ശ്രീധർ ചേരുന്നു. ശ്രീജി, എങ്ങനെയാണ് പത്തനംതിട്ടയിലെ ഫലം? സുവർണ, പത്തനംതിട്ട ജില്ലയിൽ വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ UDF തരംഗത്തിലാണ്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4ഉം ഫോട്ടോ ഫിനിഷിലേക്കാണ് കോന്നി. സംസ്ഥാനത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട മത്സരം നടന്ന ആറന്മുള മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിക്ക് മന്ത്രി വീണ ജോർജിനെതിരെ വ്യക്തമായ ഭൂരിപക്ഷം നേടി 18,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചു കഴിഞ്ഞു. LDFന്റെ 4 സിറ്റിംഗ് MLAമാർ ജയിച്ച ജില്ലയിലെ മണ്ഡലത്തിൽ പരാജയം ഉറപ്പിക്കുകയും കോന്നിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയുമാണ്. തിരുവല്ല മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ലീഡ് ചെയ്യുമ്പോൾ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി 2ാം സ്ഥാനത്താണ്. അടൂരിൽ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറും റാന്നിയിൽ അഡ്വക്കേറ്റ് പഴകുളം മധു എന്നിവരും ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. നന്ദി ശ്രീജി. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത തിരിച്ചടി. ജോസ് കെ മാണി ഉൾപ്പെടെ മത്സരിച്ച 12 സീറ്റിലും കേരള കോൺഗ്രസ് പിന്നിലാണ്. LDF വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ച G സുധാകരൻ 20,000-ൽ പരം വോട്ടുകൾക്ക് മുന്നിൽ. സമാനമായി LDF വിട്ട് പയ്യന്നൂരിൽ മത്സരിച്ച V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ മത്സരിച്ച TK ഗോവിന്ദനും വിജയത്തിലേക്ക്. തിരുവനന്തപുരം ജില്ലയിൽ UDFന് വൻ മുന്നേറ്റം. ചിറയൻകീഴ് രമ്യ ഹരിദാസ്, വാമനപുരം സുധീർ ഷാ പാലോട്, തിരുവനന്തപുരം CP ജോൺ, നെയ്യാറ്റിൻകര N ശക്തൻ എന്നിവർ ജയിച്ചു. LDFന്റെ OS അംബിക ആറ്റിങ്ങലിൽ ജയിച്ചു. നിലവിൽ ആറ്റിങ്ങൽ, കഴക്കൂട്ടം, അരുവിക്കര, ചിറയൻകീഴ്, നെടുമങ്ങാട്, വർക്കല, പാറശാല സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. വാമനപുരം, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. തൃശൂരിൽ 13 മണ്ഡലങ്ങളിൽ 9ഇടത്ത് LDFും 4ഇടത്ത് UDFും ലീഡ് ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി R ബിന്ദു തോറ്റു. UDFന്റെ തോമസ് ഉണ്ണിയാടനാണ് ജയിച്ചത്. ഇടുക്കിയിൽ UDF തരംഗം. 5 മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നു. ദേവികുളത്ത് LDFന്റെ A രാജ പിന്നിലാണ്. തൊടുപുഴയിൽ മുൻ മന്ത്രി PJ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് മുന്നിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 സീറ്റിൽ LDFും 5ഇടത്ത് UDFും മുന്നേറുന്നു. തൃത്താലയിൽ മന്ത്രി MB രാജേഷിന് പിന്നിലാക്കി VT ബൽറാം ലീഡ് ചെയ്യുന്നു. പാലക്കാട് ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ശോഭ സുരേന്ദ്രനെ 10,000-ഓളം വോട്ടുകൾക്ക് പിന്നിലാക്കി രമേശ് പിഷാരടി മുന്നേറുകയാണ്. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി J ചിഞ്ചുറാണി പിന്നിൽ. കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാൽ നേരിയ വോട്ടിന് മുന്നിൽ. UDFന്റെ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ് എന്നിവർ മുന്നിലാണ്. ഇരവിപുരത്ത് RSPയാണ് മുന്നേറുന്നത്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിലാണ്. 11 സീറ്റുകളാണ് ജില്ലയിലുള്ളത്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി G സുധാകരൻ ലീഡ് ചെയ്യുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയം ഉറപ്പിച്ചു. എറണാകുളത്ത് UDFന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ VD സതീശൻ ലീഡ് ചെയ്യുന്നു. എല്ലാ സീറ്റുകളിലും UDF ആണ് മുന്നിൽ.
അസമിൽ തുടർച്ചയായ മൂന്നാം തവണയും ബി.ജെ.പി. സർക്കാരിനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. 126 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 എണ്ണത്തിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ബി.ജെ.പി. 10 സീറ്റുകൾ നേടി. ബി.ജെ.പി. സഖ്യകക്ഷിയായ എ.ജി.പി. 1 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 2 സീറ്റും നേടി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം ബി.ജെ.പി. 69 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. സഖ്യകക്ഷികളായ എ.ജി.പി. 7 ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 8 കോൺഗ്രസ് 25 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു. തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങി നടൻ വിജയുടെ തമിഴക വെട്രി കഴകം. സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിൽ 107 സീറ്റുകളിലും മുന്നേറിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയാണ് ടി.വി.കെ. ഡി.എം.കെ 1 സീറ്റിൽ വിജയിച്ചു. 55 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. എ.ഐ.എ.ഡി.എം.കെ 52 മുന്നിലാണ്. പി.എം.കെ 5 ഐ.എൻ.സി 4 ബി.ജെ.പി 2 മുന്നിലാണ്. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4ാം ഊഴം എന്ന പ്രതീക്ഷ കെടുത്തി ബി.ജെ.പിക്ക് വ്യക്തമായ ലീഡ്. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 294 സീറ്റുകളിൽ ബി.ജെ.പി 193 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് 95 സി.പി.എം 1 സീറ്റിലും മുന്നേറുന്നു. അതേസമയം മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നതായാണ് റിപ്പോർട്ട്. കോട്ടയത്ത് 9 സീറ്റിലും യു.ഡി.എഫ് മുന്നേറ്റം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി സി കാപ്പൻ, മോൻസ് ജോസഫ് എന്നിവർ മുന്നിലാണ്. മന്ത്രി വി.എൻ. വാസവൻ, ജോസ് കെ മാണി, പി.സി. ജോർജ്, ഷോൺ ജോർജ് എന്നിവർ പിന്നിലാണ്. ടീം യു.ഡി.എഫിന്റെ വിജയമാണിതെന്നും കേരളത്തെ ഇനി യു.ഡി.എഫ് നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അഭൂതപൂർവമായ വിജയം കേരളത്തിലെ യു.ഡി.എഫിന് സമ്മാനിച്ച ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നതായി എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. മലപ്പുറത്ത് യു.ഡി.എഫ് തരംഗം. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിലവിൽ യു.ഡി.എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. തവനൂരിൽ എൽ.ഡി.എഫിന്റെ കെ.ടി. ജലീൽ പിന്നിലാണ്. പുതുച്ചേരിയിൽ തിരിച്ചുവരവിനൊരുങ്ങി എ.എൻ.ആർ.സി എൻ രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സർക്കാർ. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി 4441 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തട്ടാൻചാവടി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. 30 സീറ്റുകളിൽ ഫലമറിഞ്ഞ 17 എണ്ണത്തിൽ എ.എൻ.ആർ.സി 9 സീറ്റുകളിലും ബി.ജെ.പി 2 വിജയിച്ചു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 4:30.